കണക്കുകൾ പലകുറിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം എന്താണ് അറിയേണ്ടത്? നമ്മുടെ കീശ കാലിയാകാൻ പാടില്ല, കീശയ്ക്ക് ആശ്വാസം ഉണ്ടാകണം. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചോളം നമുക്ക് കേരളം മാത്രമല്ല സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആശ്വാസം ഏതൊക്കെ വഴിക്കുണ്ടാകും? ഇന്നലെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞെന്താണ്? ഒരു സമ്പദ്ഘടനയുടെ പുതിയൊരു ഉണർവാണ്, സമ്പത്തിൻ്റെ ഉത്സവം ഇന്ന് രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ നിലയിൽ നമ്മെ ബാധിക്കുന്നുണ്ട്, നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. നമുക്കെന്തായാലും അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരത്തെ മാതൃഭൂമി ന്യൂസിന്റെ ബ്യൂറോ ചീഫ് മാർഷൽ വി സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ആർ അനന്തകൃഷ്ണനും രണ്ടുപേരും നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ മാർഷൽ, എങ്ങനെയുണ്ട് ഈ ദിവസം? ഒരു വല്ലാത്തൊരു ഉന്മേഷം എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. കാരണം എല്ലായിടത്തും സംസാരിക്കുമ്പോഴൊക്കെ എന്തോ നമ്മളൊരു പുതിയൊരു സാമ്പത്തിക ഉണർവ്, മറ്റേ വേറെ ഒരു സാമ്പത്തിക ഉണർവ് കാണുന്നുണ്ട് അല്ലേ? ശരിയാണോ അത്? സ്വാഭാവികമായിട്ടും വരുമാന നഷ്ടം ഉണ്ടാകുന്ന ഒരു GST നിരക്കാണെന്നുള്ള അഭിപ്രായമാണ് കേരളത്തിനുള്ളത്. കേരളം ഇതിനെ വിലയിരുത്തുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളം കാണുന്നത് ആദ്യ GST വരുന്ന സമയത്ത് തന്നെ ഏകദേശം 20,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ്, നികുതിത വരുമാന നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഗുണകരമാകില്ല എന്നാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും സംസ്ഥാനത്തിന് അങ്ങനെ നഷ്ടമുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശ്വാസകരമാണ്. ജനങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ടും പടപടപടയെന്ന് വില കുറയുന്നു. സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അവിടെ പ്രധാനപ്പെട്ടതാണ് വെൽഫെയർ ആണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ മാർഷൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം കേരളം ഈ പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള കനിവ് തേടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന 10-30,000 കോടി രൂപ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതും ഏകദേശം ഒരു 10,000 കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. തീർച്ചയായും ഞാൻ ഒന്ന് മാർഷലിലേക്ക് വരാം. ആനന്ദൻ, ഇക്കാര്യത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യവും 2017 എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. 2017 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പരിഷ്കരണമായിരുന്നു GST അല്ലേ, GSTയുടെ വരവ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ എടുക്കുന്നു. അതിനുശേഷം ഒരു 2.0 വരുമ്പോൾ ഇത്രയും എന്തുകൊണ്ട് കാത്തിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്രയും ഒരു കാലത്തിലേക്ക് ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയൊരു പരിവർത്തനം വരുമ്പോൾ അതിൻ്റെ ഗുണകരമായ വശം ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ളതാണ്. അതിൽ സ്ഥായിയായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് എന്താണ്, അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളായിരിക്കണമല്ലോ അല്ലേ? അതിൻ്റെ ഒരു ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തുള്ള ആളിനും കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഈ പറയുന്ന 400 സംതിങ് ചില്ലുമാനം സാധനങ്ങൾക്ക് വില കുറയുന്നു. സത്യമാണോ അത് ശരിക്കും? തീർച്ചയായിട്ടും ഇപ്പം പ്രജീഷ് പറഞ്ഞതുപോലെ GST സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഏറ്റവും വലിയ കാര്യം ഇത് ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം നേരിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇത്ര കാലം കാത്തിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ ഭരണ സംവിധാനം, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നടത്തുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ GST റിലാക്സേഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റേറ്റിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അതായത് സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ഉണ്ട്. ഒരു കൺസേൺ പക്ഷേ അത് കാര്യം വെച്ചാൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് മറ്റ് നികുതിയേതര വരുമാനങ്ങളായാലും ബാക്കിയുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ സംബന്ധിച്ചൊരു നമ്മളൊരു സാമ്പത്തിക ഒരു താളം തെറ്റലിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് അവിടെ കുറവ് വരുന്നത്. അത് ഒരു ഫാക്റ്റ് അല്ലേ? ഇത് 20,000 കോടി രൂപയുടെ വരുമാന നഷ്ടം വരുന്നു എന്നുള്ള തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിച്ചത്. അതായത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ വരുമാനം കണ്ടെത്തണമെങ്കിൽ സിൻടാക്സ്, അതായത് പാവനികുതി എന്ന് വേണേൽ പറയാം. അത് ഏതിനൊക്കെയാണ് വരുന്നത്? സിഗരറ്റ്, മദ്യം, അതോടൊപ്പം തന്നെ കാർബറേറ്റഡ് ആയിട്ടുള്ള ഓരോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഇതിലെല്ലാം തന്നെ കൂടുതൽ വിൽപ്പന വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നാട്ടുകാരെല്ലാം വാങ്ങിച്ചിട്ട് സിഗരറ്റ് വലി തുടങ്ങണമെന്നായിരിക്കും. സിഗരറ്റ് വലിച്ചോട്ടെ. കാരണം ഇവിടെ സ്റ്റേറ്റിന്റെ വരുമാനം പ്രധാന വലിയ മനുഷ്യയാണ്. സ്റ്റേറ്റിന്റെ വരുമാനം ഇതിനകത്ത് പരോക്ഷമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാർഷൽ സൂചിപ്പിച്ചതുപോലെ സിൻടാക്സ് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിന് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പല ആഡംബര വസ്തുക്കളും മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിനും ഒക്കെ അത് അനുഭവവേദ്യമാവുകയാണ്. അവർക്കത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് വരികയാണ്. മാത്രമല്ല, നോക്കൂ, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയ ഉണർവാണ് ഉണ്ടാകാൻ പോകുന്നത്. സിമെന്റിന് വില കുറയുന്നു, അതുപോലെ തന്നെ മാർബിളിന്, ഗ്രാനൈറ്റിനൊക്കെ വില കുറയും. അപ്പോൾ കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമ്മളുടെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന തരത്തിൽ കേരളത്തിലെ വിപണിയെ ഇതങ്ങ് ഉത്തേജിപ്പിക്കും. മാത്രമല്ല, കൺസ്ട്രക്ഷൻ മേഖല ഉത്തേജിപ്പിക്കുമ്പോൾ ജോലി അവസരങ്ങൾ കൂടുതൽ കിട്ടും. അപ്പം വിപണിയിലേക്ക് പണം ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുൻപുണ്ടായിരുന്ന പല വ്യാപാര സംവിധാനങ്ങളും കുറച്ചും കൂടി
കൂടുതൽ നടക്കും. അപ്പോൾ കൂടുതൽ ടാക്സ് വരും. അതായത് സാധാരണക്കാർക്ക് ഇത് അനുഭവവേദ്യമാകുമോ? സാധാരണക്കാർക്ക് ഇങ്ങനെ GSTയിൽ ഒരു സുതാര്യത കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരക്കിളവുകൾ വരുമ്പോൾ അത് എത്രമാത്രം സാധാരണക്കാരനെ സഹായിക്കും എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇന്ന് ധനമന്ത്രി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. വൻകിട ബിസിനസ്സുകാർക്ക് ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടാകുന്നു, എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇതത്ര ഗുണം അനുഭവവേദ്യമാകുന്നില്ല. ഈ ടാക്സ് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇതാണ് ഉച്ചവരെത്തി. ഇന്നത്തെ ഒരു ഇതുവരെയുള്ള നമ്മുടെ വിപണികളിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും ഈ വ്യാപാരികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടോ മാർഷൽ? അല്ല, വ്യാപാരികൾക്കിടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയും GST ഉദ്യോഗസ്ഥർ കൃത്യമായി നോക്കണം, ഈ വില അനുസരിച്ച് തന്നെയാണോ. കാരണം പ്രിന്റ് ചെയ്തതിനകത്ത് വരെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരിശോധന നടക്കും. ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളൊന്നുമാണ് കേരളം. കാരണം ടാക്സ് ഭയങ്കരമായിട്ട് വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ GST വന്നതിന് ശേഷമുള്ള ഈ പരിശോധനയിൽ സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലാണ്. അത് നികുതി ഇന വരുമാനം പെട്ടെന്ന് ലോട്ടറിയുടെ കാര്യത്തിൽ എന്താണ്? ലോട്ടറിയുടെ കാര്യത്തിൽ വർദ്ധിപ്പിക്കില്ല. അത് ഇന്നലെ തന്നെ വാർത്ത വന്നതാണ്. ലോട്ടറി പ്രശ്നമാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ സർക്കാരിന് ഒരു ബി പ്ലാൻ കാണുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ ഒരു സാമ്പത്തിക ഏകീകരണം എന്നുള്ള കാര്യത്തിൽ ഒരു ബി പ്ലാൻ സ്വാഭാവികമായിട്ടും കാണും ധനമന്ത്രിയെ സംബന്ധിച്ചോളം. ഈ ബി പ്ലാൻ സ്ലീപ്പ് അപ്പുറത്തേക്ക് ഒറ്റ കാര്യമുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ സിൻടാക്സ് എവിടെയാണ് കേരളത്തിൻ്റെ വരുമാനം എവിടെയാണ് നിൽക്കുന്നത്? അത് പ്രധാനമായിട്ടും ഈ 40% നികുതി വരുന്നിട്ടുള്ള പുകയിലത്തിലും മദ്യത്തിലും ഒക്കെയാണ്. അത് കൂടുതൽ വന്നാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പിടിക്കാൻ പറ്റുള്ളൂ. ആഡംബര വസ്തുക്കൾക്കും ഒപ്പം തന്നെ ആഡംബര നികുതിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയും കുറച്ച് ഇതെല്ലാം കേന്ദ്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ പറയുന്നതുപോലെ GST റേഷ്യോ തന്നെ വർദ്ധിപ്പിക്കണമെന്നൊക്കെയുള്ള ആവശ്യം കേരളം അടക്കമുള്ള സ്റ്റേറ്റുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊക്കെ കേന്ദ്രമാണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാകും എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ FMCG പ്രോഡക്റ്റുകൾ മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾക്കും, അതായത് പാക്കറ്റ് വസ്തുക്കൾക്കും, ഇപ്പം പാൽ ഉൽപ്പന്നങ്ങൾക്ക്, ബട്ടർ പോലുള്ള സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ അത് വലിയ ഗുണമല്ലേ അത്? അപ്പം ഞാൻ പറയാം, ഒരു ഷോപ്പിംഗ് മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് സെന്ററിൽ പോയിട്ട് നമ്മൾ ഇന്നലെ വരെ അടിച്ച ബില്ലല്ല ഇപ്പോൾ കിട്ടാൻ പോകുന്ന ബില്ല് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതെ. പക്ഷേ അതോടൊപ്പം തന്നെ സംസ്ഥാനം പറയുന്ന വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. 8 സംസ്ഥാനങ്ങളാണ് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടുള്ളത്. അത് കർണാടക, കേരളം തുടങ്ങിയിട്ടുള്ള 8 സംസ്ഥാനങ്ങൾ പ്രത്യേക പാക്കേജ് വേണം. കാരണം ഇങ്ങനെ ഒരു GST നടപ്പാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വരുമാനം ഇവിടുന്ന് കണ്ടെത്തുന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് സിൻടാക്സ് മാത്രമായിട്ട് നിൽക്കില്ല. ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് വിപണിയെ ബാധിക്കും. എന്ന് മാത്രമല്ല, പിന്നീട് ഇവർ വില കൂട്ടാൻ തയ്യാറാകും. ഈ വ്യാപാരികൾ തന്നെ വില കൂട്ടാൻ തരുമ്പോൾ അത് ആ കടക്കണി മറികടക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പം മാർഷൽ പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് ഇപ്പം വലിയ വരുമാന നഷ്ടം ഇതുകൊണ്ടുണ്ടാകും. ആ വരുമാന നഷ്ടത്തിന് എന്താണ് പോംവഴി എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ഇപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഒരു കയ്യടി കിട്ടുക. അത് ചിലപ്പം ഒരു പക്ഷേ ട്രംപ് ഏൽപ്പിച്ച ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാകും. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ നഷ്ടം കേന്ദ്രത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നികുതി GST വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാതെ പോകുന്നത് എങ്ങനെയെന്നുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല. അത് സംസ്ഥാനങ്ങൾ സംസാരിച്ച്, കേന്ദ്രവുമായിട്ട് സംസാരിച്ച് അതിനകത്തൊരു കൃത്യമായ പാക്കേജ് ഒക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അത് കാരണം പ്രത്യേക പാക്കേജ് നടപ്പാക്കാത്തിടത്തോളം കാലം ഇതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല സംസ്ഥാനത്തിന്. കാരണം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ എന്തായാലും നമുക്ക് ഒരു ആകത്തുക എന്ന നിലയിൽ ഒരു സാധാരണക്കാരനായ, കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാരനായ മധ്യവർഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചോളം ഇതിന്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്താണ്? അതായത് സംശയ കാര്യത്തിൽ, കാരണം ഇത് അതേപടി നടപ്പാക്കുകയാണെങ്കിൽ സങ്കീർണതകളില്ല. അതല്ല, സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് സ്വീകാര്യമായ കാര്യമാണ്. കാരണം എല്ലാത്തിനും വില കുറയാണ്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് പോയിന്റ്. കാരണം ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിലും നമ്മൾ നിലപാട് സ്വീകരിക്കണം. പ്രത്യേക പാക്കേജ് വേണം. ഒരു അപകടം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഈ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കമ്പനികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ഈ പ്രോഡക്റ്റിന്റെ വില ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ ഈ GST കുറച്ച സമയത്ത് അത് കേന്ദ്ര സർക്കാർ ഇടപെടണം. വിപണിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതൊരു പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളാണ് വാങ്ങുന്ന ഏറ്റവും ഉപഭോക്തൃ സംസ്ഥാനമാണ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ളൊരു ഗുണഫലം ഉണ്ടാകണം. അതിലെന്താണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഇനിയും കൗൺസിൽ യോഗം ചേരും. അവിടെ ഒരു കൃത്യമായ ഒരു രൂപരേഖ ഈ സ്റ്റേറ്റുകൾ ആവശ്യപ്പെടുന്നത് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ബദൽ മാർഗങ്ങൾ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കരുതലായി ഉണ്ടാകണം, ആശ്വാസമായി. മാത്രമല്ല ഇതിന്റെ ഗുണം നേരിട്ട് ലഭിക്കുന്നത് ഒഴിവാക്കുന്ന രീതിയിൽ പ്രോഡക്റ്റുകൾക്ക് വില കൂട്ടുന്നത് ഒഴിവാക്കാൻ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്.